ഹായ് കൊച്ചുമക്കളെ, ഇന്ന് ടീച്ചറമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ ഒരു ആപ്പിളിൻ്റേതാണ്. അപ്പു ഏട്ടൻ്റെ ആപ്പിൾ. ഒരിടത്ത് ഒരു ആപ്പിൾ കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അപ്പു എന്നായിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ അപ്പുവേട്ടാ അപ്പുവേട്ടാ എന്ന് വിളിക്കും. ഒരു കൊട്ട ആപ്പിൾ ഒരു ദിവസം അയാൾക്ക് വിൽക്കാൻ സാധിച്ചില്ല. അയാൾ അത് കൊണ്ടുവന്ന് റൂമിൽ വെച്ച് സങ്കടത്തോടെ ഇരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, സാരമില്ല അപ്പുവേട്ടാ, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് അത് വിൽക്കാം. അങ്ങനെ ആ കുട്ട നോക്കുമ്പോൾ അതിൽ ഒരു ചീഞ്ഞ ആപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പുവേട്ടൻ പറഞ്ഞു, നമുക്കിത് എടുത്തു കളയാം. എടുത്തു കളഞ്ഞിട്ട് ബാക്കിയുള്ള ആപ്പിൾ 2 ദിവസം കഴിഞ്ഞ് കൊടുക്കാം. പക്ഷേ അവരത് എടുത്തു കളയാൻ മറന്നുപോയി. 2 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ ഒരു ചീഞ്ഞ ആപ്പിളിന് പകരം ആ കുട്ട മുഴുവൻ ആപ്പിളും ചീഞ്ഞുപോയി. ചീയാൻ തുടങ്ങിയിരിക്കുന്നു. ചിലത് പകുതി ചീഞ്ഞിരിക്കുന്നു, ചിലത് മുഴുവനായും ചീഞ്ഞുപോയി. എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയത് മക്കളെ? ആ ചീഞ്ഞ ആപ്പിളിനെ മാറ്റാഞ്ഞിട്ടല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. നമ്മൾ ഒരിക്കലും ചീഞ്ഞ ആപ്പിളുകളെ പോലെയുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കരുത്. നമ്മളും ചീഞ്ഞു പോവും. ദുഷ്ടരായ മനുഷ്യരുടെ ഒപ്പം നമ്മൾ താമസിക്കുമ്പോൾ നമ്മളും ദുഷ്ടരാകും. നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളില്ലെങ്കിലും ചീത്ത സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ നമ്മൾ മുതിരരുത്. കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചർമാ.